ഒരു വ്യക്തി ഒരിക്കലും പെർഫെക്റ്റ് ആവുന്നുമില്ല. പക്ഷെ ദർ ആർ പേഴ്സൺസ് കാണുമായിരിക്കും, എൻ്റെ അറിവിൽ ഇല്ലാഞ്ഞിട്ടായിരിക്കാം. അങ്ങനെ ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം എന്ന് സാറിന്റെ കാഴ്ചപ്പാട്? വ്യക്തി എന്നുള്ളതല്ല, ബേസിക്കലി നമ്മളെല്ലാം പൗരബോധമുള്ള ആൾക്കാരായിരിക്കുക എന്നുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മുടെ ഗവൺമെന്റുകൾക്കാണെങ്കിലും ഒരു വ്യക്തിയുടെ വികസനം അല്ലെങ്കിൽ വ്യക്തി വികാസം എന്നൊക്കെ പറയുന്ന രീതിയിലത്തേക്ക് നല്ല സിറ്റിസൺസിനെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. പക്ഷെ അത് പലപ്പോഴും ആൾക്കാരിലേക്ക് സ്വീകരിക്കുന്നത് മാത്രമല്ല, ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം പോലുമില്ല. പക്ഷെ ഇത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, രാത്രിയിൽ നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിച്ചിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മലയാളിയുടെ റോഡ് കൾച്ചർ എത്ര മോശമാണ് എന്നുള്ളതറിയാം അല്ലേ. ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളിൽ എത്ര പേര് ഹൈ ബീം ഡിം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നുണ്ട് അല്ലേ. ഞാൻ പറയുന്നത് ഇത് ഈ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ നമ്മൾ ഈ ലൈസൻസ് എടുക്കാൻ പോകുന്ന സമയത്ത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. നേരെ മറിച്ച് നമ്മുടെ സ്കൂളിങ്ങിൻ്റെ പാർട്ടായിട്ട് കുട്ടികളെയാണത് പഠിപ്പിക്കുന്നതെന്നുണ്ടെങ്കിലുള്ള ഗുണം, കുട്ടികൾ അവരുടെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് പറയാം, അച്ഛാ ഇതല്ല കറക്റ്റ്. എൻ്റെ അടുത്ത് മോളത് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഒരു നോ പാർക്കിംഗ് ബോർഡിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തിയപ്പോൾ അച്ഛാ ഇവിടെ നോ പാർക്കിംഗ് ബോർഡുണ്ട്, മാറ്റണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഇവിടെ എങ്ങും കുഴപ്പമില്ല. നോ പാർക്കിംഗ് ബോർഡ് മീൻസ് യു ആർ നോട്ട് സപ്പോസ് ടു പാർക്ക് ചെയ്യാൻ എന്നെ അടുത്ത് പറഞ്ഞു. അതൊരു നല്ല ബോധമാണ്. അപ്പോൾ അത് ക്രിറ്റിസിസമാണ്, പക്ഷെ അത് വളരെ പോസിറ്റീവ് ക്രിറ്റിസിസമാണ്. അങ്ങനെ ചെയ്യാനായിട്ട് ഈ കുട്ടികളെ ഒന്ന് പരുവപ്പെടുത്തണം. അപ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഒരു വ്യക്തിയെ വികസിപ്പിച്ച് കൊണ്ടുവരിക എന്നതിൽ വലിയ പ്രാധാന്യം സമൂഹത്തിനുണ്ട്, സർക്കാരിനുണ്ട്. അത് ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളിൽ കൊടുക്കുക എന്ന് പറയുന്നതാണ്. ഈ കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ ചെറിയ പ്രായത്തിൽ ശീലിപ്പിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലതാണ്.